സാനിയ എപ്പോഴും ഞങ്ങളിങ്ങനെ നെട്ടിച്ച് എങ്ങോട്ടാ ഈ ഏരിയയിൽ ആക്ട് അത്ര ഇഷ്ടമാണോ? എക്സ്പേർട്ട് ആണല്ലേ? ഓക്കെ, മൂവിങ് ഓൺ ടു ദ കമന്റ്സ്. സൗഭാഗ്യ ചേച്ചി. സാനിയ ആസ് യൂഷ്വൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അമേസിങ് ബാലൻസ്, മോളുടെ സ്കിൽ പക്കായിട്ട് നമുക്ക് കാണാൻ പറ്റി ഇതിൻ്റെ അകത്ത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്താണ് ഈ ഒരു ആക്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ എത്രമാത്രം വെൽ വേഴ്സ്ഡ് ആണ് ഈ ഒരു ആക്ടർ എന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലായി. ഇതിൻ്റെ പ്രീവിയസ് പെർഫോമൻസിൽ തന്നെ സാനിയ പ്രൂവ് ചെയ്തതാണ് ഏരിയൽ ആക്ടിൽ എത്ര ഗംഭീരമായിട്ട് സാനിയയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഒരു ചെറിയ ഒരു കാര്യം നമുക്ക് മൂന്നുപേർക്കും തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രീവിയസ് പെർഫോമൻസിലും ഓൾറെഡി ഇത് കൊണ്ടുവന്നതായതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ വേറെ എന്തെങ്കിലും പുതിയത് ട്രൈ ചെയ്യാമായിരുന്നോ, ഓർ എൽസ് ഒരു പെർഫോമൻസിൻ്റെ ഇടയ്ക്ക് ഇതൊരു സെഗ്മെൻറ്റ് ആയാൽ മതിയായിരുന്നോ എന്നൊക്കെ ഒരു ചെറിയൊരു ഡിസ്കഷൻ നമ്മളുണ്ടായി. ആക്ട് വാസ് ഗുഡ്. നല്ല ഒത്തിരി ടാലൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി പ്രൂവൺ ആണ് ദാറ്റ് യു ആർ എ ബോൺ ഡാൻസർ. കുറച്ച് കൂടുതലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. സോ എനിഹൗ രണ്ടുപേരും നന്നായി ചെയ്തു. അമ്മു. സാനിയ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സാനിയ ഇതിൽ ഓൾറെഡി എക്സ്പേർട്ട് ആണ് എന്നുള്ളത് കഴിഞ്ഞ റൗണ്ടിൽ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. രണ്ടുപേര് കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല ഒരു ഫ്ലോ ഉണ്ടായിരുന്നു. ഒരു ശരിക്കും നമുക്ക് ഭയങ്കര സൂത്തിങ് ആയിരുന്നു കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അവിടെ ഉമ്മയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും. എന്തായാലും സാനിയ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. വിവേകേട്ടാ. എനിക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് അറിയാമോ, ഈ ഒരു എട്ടുകാലി മറ്റേ ഇരയെ പിടിക്കുന്ന പോലെ തോന്നി എനിക്ക്. ഫുള്ളിങ്ങനെ വലിച്ചിങ്ങനെ മുകളിലോട്ടൊക്കെ കയറ്റി കറക്റ്റ് മറ്റേ ശരിക്കും കണ്ടില്ല, മറ്റേ എട്ടുകാലികൾ ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് മറ്റേ അതിൽ നിന്ന് മറ്റൊരു ഇരയെ പിടിക്കുന്ന അങ്ങനത്തെ ഒരു ഫീലായിരുന്നു കണ്ടപ്പോൾ. സാനിയനെ വലിച്ച് മുകളിലോട്ട് കയറ്റി അത് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് കുറേ എട്ടുകാലിയും ഇരയും കൂടെ അടി. അതെല്ലാം കഴിഞ്ഞിട്ട് പയ്യെ താഴോട്ട് ഇറക്കി എട്ടുകാലി വേറെ ഇരയെ പിടിക്കാൻ പോയ സമയത്ത് സാനിയ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന കുറേ സംഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ള ഇമാജിനേഷൻ. പക്ഷേ ശരിക്കും ഒരു നിങ്ങളുടെ ആ അനിമേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാണല്ലോ ഒരു ഹോളിവുഡ് നമ്മളൊരു ഫിലിമിന്റെ ഒരു സീനായിട്ട് വേണമെങ്കിൽ മാറ്റാതെ. സ്പൈഡർമാൻ 2 ഒക്കെ ഇറങ്ങി. അപ്പൊ അത് വേണമെങ്കിൽ 4 or 5 ഒക്കെ ആക്കി എടുക്കാം. ഇത്ര ഇമാജിനേഷൻ ആ പഠിപ്പിൽ കാണിച്ചിരുന്നെങ്കിൽ എവിടെ എത്തിയേനെ. ഓ, എട്ടുകാലിയൊക്കെ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. വൈൽഡ് ഇമാജിനേഷൻ. പക്ഷേ ഇത് ജോക്സ് അപ്പാർട്ട്, ഇവർ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതേപോലത്തെ ഒരു പെർഫോമൻസ് നമ്മൾ മുമ്പിൽ കണ്ടതുകൊണ്ട് അപ്പോൾ ഈ ഒരു ഇതും കണ്ടപ്പോഴത്തേക്കും എനിക്കും ഇതേപോലെ തന്നെയാണ് നേരത്തെ കണ്ട ഒരു പെർഫോമൻസിൻ്റെ ബാക്കി ഭാഗം എന്നുള്ള രീതിയിലാണ് എനിക്കും ഫീൽ ചെയ്തത്. ഇപ്പം അടുത്ത വർഷം വേണമെങ്കിൽ കയറി നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ട് ഇനി എല്ലാം ചെയ്യാം. ഇത് ട്രൈ ചെയ്യണോ? ഒരിക്കലും ഇല്ല. ഇത്രയും എളുപ്പമുള്ള കാര്യങ്ങൾ പണ്ടേ ട്രൈ ചെയ്യരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും നന്നായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള കോർഡിനേഷനും എല്ലാം ഭയങ്കര മാച്ചിങ്. കാരണം ഒരു പാർട്ണർ ആകുമ്പോഴത്തേക്ക് അത്രയും നിങ്ങൾക്ക് വിശ്വസ്തനായിട്ടൊരു പാർട്ണറെ കിട്ടുന്ന പല ചെറിയ ചെറിയ സംഭവങ്ങൾ, ഒരു മൈന്യൂട്ട് മിസ്റ്റേക്സ് മതി ഇതിൽ നിന്ന് എന്തെങ്കിലും പറ്റിപ്പോകാനായിട്ടുള്ള. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഭയങ്കര പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. ആ ഒരു കാര്യത്തിലെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. വളരെ നന്നായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ കണ്ട ഒരു ആക്ട് ആയിരുന്നു എന്നുള്ള കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് എനിക്കും ഫീൽ ചെയ്തു. അത് നമ്മൾ നേരത്തെ ഈ ഒരു സ്റ്റേജിലും ഏരിയൽ ആക്ട് തന്നെ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടായിരുന്നോ? ആരത് സെലക്ട് ചെയ്ത ആരായിരുന്നു? നമുക്ക് ഓക്കെ ഈ ഒരു റൗണ്ടിൽ നമുക്ക് ഏരിയൽ ആക്ട് തന്നെ ചെയ്യാവുന്ന ഒരു ഡിസിഷൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ അതിന്? അതോ ജസ്റ്റ് ഒരു സഡൻ പ്ലാനിങ് അങ്ങനെയാണോ? അതോ നേരത്തെ ചെയ്തത് ഹിറ്റായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരുന്നു അല്ലേ? പിന്നെ വേറെ സംഭവം വെച്ചാൽ നമ്മൾ ഇതുവരെയുള്ള എല്ലാ പെർഫോമൻസും നമ്മൾ ഇങ്ങനെ നോക്കിയതിന് ശേഷം ഇങ്ങനെ നോക്കി കാണുന്ന ഒരു പെർഫോമൻസ് വളരെ ചുരുക്കം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ആ സാനിയ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ സാനിയ, ജഡ്ജസിൻ്റെ കമൻസ് ഒക്കെ മൈൻഡിൽ വെക്കുക. എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ, അടിപൊളിയായിരുന്നു. എന്തായാലും അവർ പറഞ്ഞ പോലെ സാനിയനെ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.